ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള കോക്കനട്ട് ഹാർവെസ്റ്റാണ്. തേങ്ങയിടൽ നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമാണ്. തേങ്ങയിടാൻ ആളെ കിട്ടാറില്ല. ഇപ്പോൾ അന്യദേശ തൊഴിലാളികളെയാണ് നമ്മൾ പലപ്പോഴും അതിനും ആശ്രയിക്കേണ്ടി വരുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിലെ ചില തമിഴ്നാടിനോട് ചേർന്നുള്ള ചില ഭാഗങ്ങൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് മീനാക്ഷിപുരം എന്ന് പറയുന്ന ബോർഡറാണ്. അതിനടുത്തുള്ള ഒരു തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ അവർ ചെയ്യുന്നത് തോട്ടി കൊണ്ട്, നീളമുള്ള തോട്ടി കൊണ്ട് തേങ്ങ ഹാർവെസ്റ്റ് ചെയ്യുന്ന, തേങ്ങ ഇടുന്ന ഒരു രീതിയാണ്. വളരെ ഒരു സ്കിൽഡായിട്ടുള്ള ഒരു ജോലിയാണത്. പക്ഷേ എന്നാലും തെങ്ങിൽ കയറാതെ തന്നെ തേങ്ങ ഇടാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ നീളമുള്ള തോട്ടി ശ്രദ്ധിച്ചാൽ, തിരുവനന്തപുരത്തൊക്കെ ഇതിനെ തോട്ടയെന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിന് 3 കഷ്ണങ്ങളുണ്ടെന്നും കാണാൻ പറ്റും. ഇതിൻ്റെ അഗ്രഭാഗത്ത് നല്ല മൂർച്ചയുള്ള വളഞ്ഞ ഒരു കത്തിയും ബന്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ എത്ര കഷ്ണം വേണമെന്നുള്ളത് തെങ്ങിൻ്റെ ഉയരം അനുസരിച്ചിട്ടാണ്. സാധാരണയായിട്ട് 2 or 3 കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ തെങ്ങ് വളരെ പൊക്കമുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 പീസും ഉപയോഗിച്ച് പിന്നെ നീളം കൂട്ടാറുണ്ട്. ഇതിന് ഉപയോഗിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള മുളകളാണ്. അപ്പോൾ ഈ മുളകൾ ശേഖരിച്ച് അത് പ്രത്യേക രീതിയിൽ ഉണക്കി അതിൻ്റെ ചെറിയ വളവുകളൊക്കെ മാറ്റിയെടുക്കുന്നു. വളവുകൾ മാറ്റിയെടുക്കുന്നതിന് അവരുടേതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ചില രീതികളുണ്ട്. ഇത്രയൊക്കെ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇതിന് വെയിറ്റും കുറവായിരിക്കും, അതേസമയം നല്ല ബലവും ഉണ്ടാവും. ഇപ്രകാരം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുളയുടെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് മുളയുടെ നീളം കൂട്ടുന്നത്. ഈ മുളകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമുക്കിപ്പോൾ കാണുമ്പോൾ ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും നല്ല വൈദഗ്ധ്യം ഉണ്ടെങ്കിലേ അത് നല്ല സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ വിട്ടുപോകാത്ത രീതിയിൽ അതിനെ ടൈറ്റായിട്ട് കെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് കെട്ടുന്നതിന് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അത് മോട്ടോർ സൈക്കിളിൻ്റെ ട്യൂബാണ്. ഈ ട്യൂബ് റിബൺ പോലെ നീളത്തിൽ മുറിച്ചെടുക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് വളരെ നന്നായിട്ട് വരിഞ്ഞു കെട്ടുകയാണ്. വരിഞ്ഞു കെട്ടുമ്പം ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. പിന്നെ ടൈറ്റായി ഇരിക്കുന്നതിന് അവർ ചെറിയ പരിപാടികൾ ചെയ്യും. ചെറിയ പോലെയുള്ള ചെറിയ കഷ്ണങ്ങൾ അടിച്ച് കയറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കെട്ട് ലൂസായി പോകും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മുൻകരുതലുകൾ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് ഇപ്രകാരം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യാതൊരു അനക്കവും കൂടാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. അതിങ്ങനെ ഒരു 3 കെട്ട് ഓരോ പോയിന്റിലും കെട്ടിയെടുക്കും, എന്നാലേ അത് ടൈറ്റ് ആവുകയുള്ളൂ. ഈ നീളമുള്ള തോട്ടി ഉയർത്തിയെടുക്കുന്നത് ഇത്തിരി ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ഇത്തിരി ഒരു പ്രത്യേക പ്രാവീണ്യമൊക്കെ ഉണ്ടെങ്കിലേ അതും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അഗ്രഭാഗത്തുള്ള മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചാണ് ഓരോ കൊലയും വെട്ടിയെടുക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിചയം കൊണ്ട് മാത്രമേ വെട്ടാറായ മൂത്ത കൊല ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ഈ തേങ്ങ വെട്ടുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മിനി ലാറി ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു തോട്ടി ഉണ്ടാവും. തോട്ടിക്ക് 3 പീസ് ഉണ്ടാവും. ഈ 3 പീസും കണക്ട് ചെയ്താണ് നീളം കൂട്ടുന്നത്. പിന്നെ 5 വർക്കേഴ്സാണ് ഒരു യൂണിറ്റുള്ളത്, ഡ്രൈവർ ഉൾപ്പെടെ 5 പേരുണ്ടാവും. അപ്പോൾ ഇവർ ഓരോ തോട്ടത്തിൽ പോയി തേങ്ങ ഇട്ടതിന് ശേഷം തേങ്ങ കളക്ട് ചെയ്യുന്നതിന് പ്രത്യേകത്തിലുള്ള കട്ടിയുള്ള നല്ല ബാസ്ക്കറ്റ് ഉണ്ടവർക്ക്.
കളക്ട് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്തി ആ സമയത്ത് ഇതിൻ്റെ തോട്ടത്തിൻ്റെ ഉടമയും ഉണ്ടാവും. എണ്ണി തിട്ടപ്പെടുത്തി അന്നത്തെ വില നിലവാരം അനുസരിച്ചിട്ട് അപ്പോൾ തന്നെ ക്യാഷ് കൈമാറും, അല്ലെങ്കിൽ GPay ചെയ്ത് കണക്ക് സെറ്റിൽ ചെയ്യും. അതാണ് ഇവരുടെ ഒരു രീതി.